പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. സൗന്ദര്യപ്പിണക്കം ഈ കഥ കേൾക്കൂ. കൂട്ടുകാരായ ലുട്ടുമുയിലും ടുട്ടുമുയിലും തമ്മിൽ പിണങ്ങി. അത്രയും നാൾ അവർ ഒന്നിച്ചേ എല്ലാ കാര്യങ്ങൾക്കും പോയിട്ടുള്ളൂ. കളിക്കാനും കുളിക്കാനും സ്കൂളിൽ പോകാനും അവരെന്നും ഒരുമിച്ചായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ പോകാൻ നേരം വൈകിയ ടുട്ടു ലുട്ടുവിനെ കൂട്ടാതെ ഒരൊറ്റ ഓട്ടം. ടുട്ടു പിണങ്ങി. എന്നെ കൊണ്ടുപോകാതെ സ്കൂളിൽ പോയ നീ ഇനി എന്നും തനിച്ചു പോയാൽ മതി. എന്നോട് മിണ്ടാൻ വരണ്ട, ഞാൻ കൂട്ടുവെട്ടി. സ്കൂളിൽ പോകാൻ നേരത്ത് എന്നെ കൂടെ കൂട്ടാത്ത ലുട്ടു നീ ഒരു തിരുമാലി, എന്നോടിനിമേൽ മിണ്ടണ്ട. ടുട്ടു പറഞ്ഞു. ലുട്ടുവിന് വലിയ സങ്കടമായി. അയ്യോ പൊന്നേ ചങ്ങാതി, നേരം വൈകിയ നേരത്ത് ഞാൻ അറിയാതെ പാഞ്ഞുപോയി, നിന്നെ കൂട്ടാൻ മറന്നുപോയി. എന്നോടിങ്ങനെ പരിഭവമരുതേ, എന്നെ കൂടെ കൂട്ടണമേ എന്ന് പറഞ്ഞ് ലുട്ടു കൂട്ടുകാരനോട് അപേക്ഷിച്ചു. ടുട്ടു അനങ്ങിയില്ല. അവൻ തനിക്ക് കിട്ടിയ ഒരു പടല വാഴപ്പഴം തനിച്ച് തിന്നാൻ തുടങ്ങി. ആ സമയത്ത് സൂത്രക്കാരനായ കിട്ടൻ കുരങ്ങൻ അവിടെ വന്നു. ടുട്ടു ചെറുക്ക കൊച്ചുണ്ണി, ചേട്ടൻ്റെ കൂടെ കൂടിക്കോ, നമ്മൾ കൊത്തു കളിച്ചിടാം, ഒന്നിച്ചൊന്നായി കൂടിയിടാം. കിട്ടൻ അവനെ പ്രലോഭിപ്പിച്ചു. വരൂ, നമുക്കൊരുമിച്ചിരുന്ന് പഴം കഴിക്കാം. ഞാനില്ല നിന്റെ കൂടെ, വേറൊരു കൂട്ടെനിക്കെങ്ങും വേണ്ട. ലുട്ടുവാണെന്നൂടെ പ്രാണപ്രിയൻ, മറ്റൊരു ചങ്ങാതി വേറെയില്ല. ഞങ്ങൾ തമ്മിൽ ഇണങ്ങും പിണങ്ങും, അതിലിടപെടാൻ മറ്റാരും വരണ്ട എന്ന് പറഞ്ഞ് ടുട്ടു ലുട്ടുവിൻ്റെ അടുത്തേക്ക് ഓടി. കൂട്ടുകാരൻ പിണക്കം മാറി വന്നത് കണ്ട് ലുട്ടുവും സന്തോഷിച്ചു. കൂട്ടുകാർ തമ്മിൽ പിണങ്ങിടുമ്പോൾ കിട്ടിയ തക്കം മുതലാക്കുവാൻ ആരുമേ മോഹിച്ചു വന്നിടണ്ട, ആ കട്ടിൽ കണ്ടു പനിച്ചിടണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നടന്നു പോകുന്നത് കണ്ട് കിട്ടൻ നിരാശനായി മടങ്ങി.